നമസ്കാരം. നമുക്ക് ഇന്ന് നടന്ന ഖാദി ബോർഡ് LDCയുടെ ആൻസർ കീ നോക്കിയാലോ. നമുക്ക് ഇന്ന് പലർക്കും നമ്മുടെ എക്സാമൊന്നും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. പല സ്ഥലത്തും പല പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിവേദനമൊക്കെ എല്ലാ ടെലിഗ്രാം ഗ്രൂപ്പിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തിയിട്ട് ഒരു അപേക്ഷയായിട്ട് നിവേദനമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക, അതിലൊക്കെ പങ്കാളികളാവാം. അതുപോലെ എല്ലാവരും സേഫായിട്ട് ഇരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ കീ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ അവയുടെ കാലഗണനയിലും തെറ്റായിട്ട് ജോഡി ഏതാന്നുള്ളത് കണ്ടുപിടിക്കുക. ഒന്നാമത്തേൽ ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി എന്നുള്ളത്? പാലിയം സത്യാഗ്രഹം 1947-48 വർഷത്തിൽ, നിവർത്തന പ്രക്ഷോഭം 35, പട്ടിണി ജാഥ 36, ഗുരുവായൂർ സത്യാഗ്രഹം 31-32. ഇതിലേതാ തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ സി ആണല്ലേ. 2 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. നിവർത്തന പ്രക്ഷോഭം ഏത് വർഷമാ? 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നല്ലേ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് 35, അത് തെറ്റാണ്. രണ്ടാമത്തെ ചോദ്യം: പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേയൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉദയം പേയൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണല്ലേ, ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണ്. ഓപ്ഷൻ ഡി, ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആണ്. മൂന്നാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്നതിൽ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായിട്ടുള്ള ജോഡി ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സത്യശോധക സമാജം, ആര്യ സമാജം, പ്രാർത്ഥനാ സമാജം, ഹിതകാരണി സമാജം. ഇതിലേതൊക്കെയാ ശരിയായിട്ടുള്ള ജോഡികളുള്ളത്? ഓപ്ഷൻ എ ആണല്ലേ. 1ഉം 4ഉമാണ് എന്ത് ശരിയായിട്ടുള്ള ജോഡികളുള്ളത്. 2ഉം 3ഉം എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തേക്കും. ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, അത് രണ്ടും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തതാണ്. നാലാമത്തെ ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് പിൻ തീയതിക്ക് വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനായിരുന്നു? ഓപ്ഷൻ ഡി അല്ലെ, ക്രിപ്സ് മിഷനെയാണ് എന്ത് വിശേഷിപ്പിച്ചത്? പിൻ തീയതിക്കിട്ട ചെക്ക് എന്ന് ആര് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അഞ്ചാമത്തെ ചോദ്യം: ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെടുന്നത് ഏത് പേരിലാ? ഓപ്ഷൻ ഡി ആണല്ലേ, ഗസ്റ്റപ്പോ എന്ന പേരിലാണ്. ആറാമത്തെ ചോദ്യം: അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? കഴിഞ്ഞില്ലേ, ആരായിരുന്നു ചാമ്പ്യന്മാരായത്? ഇന്ത്യ ആയിരുന്നു ചാമ്പ്യന്മാരായത്. എവിടെ വെച്ചിട്ടായിരുന്നു നടന്നത്? അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും അല്ലെ. ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമാണ് എന്ത് നടന്നത്? 2020 ലോകകപ്പ് നടന്നത്. ഏഴാമത്തെ ചോദ്യം: ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഫോം ലൈൻ ആണ്. ഫോം ലൈന്. എട്ടാമത്തെ ചോദ്യം: ലിപ്പു ലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാ? ഉത്തരാഖണ്ഡ് ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത് ലിപ്പു ലേഖ് ചുരം. ഒൻപതാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഏതാ? ബാമർ ആണല്ലേ. ഓപ്ഷൻ എ ആണ്, ബാമർ രാജസ്ഥാൻ ആണ്. പത്താമത്തെ ചോദ്യം: നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി ഏതാന്ന് കണ്ടെത്താം. നിംബസ് മേഘങ്ങളുടെ ഏതാ? ഓപ്ഷൻ ഡി ആണല്ലേ, 1ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി, 1ഉം 4ഉമാണ്. 11ാമത്തെ ചോദ്യം: കാഞ്ചൻജംഗയെ കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് കണ്ടെത്താം. ഇതിലേതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഓപ്ഷൻ എ ആണ് കേട്ടോ, 1ഉം 2ഉമാണ് ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനകള്. 12ാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡി ഏതാന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇതിലേതാ ശരിയായിട്ടുള്ള ജോഡി? 12ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്, അലമാട്ടി കൃഷ്ണ കർണാടക അല്ലെ. അലമാട്ടി കൃഷ്ണ കർണാടക. 13ാമത്തെ ചോദ്യം: ഇന്ത്യൻ കാർഷിക ഉൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യത്തെ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ തന്നിരിക്കുന്നു. ഇതിൽ ശരിയായിട്ട് ക്രമത്തിലുള്ളത് ഏതാന്ന് കണ്ടെത്തുക. ഇത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തുള്ളതാണ്. ഇതിന്റെ ആൻസർ ഏതാന്നുള്ളത് കറക്റ്റ് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 14ാമത്തെ ചോദ്യം: 1991 സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇതിൽ ഏതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 14ന്റെ ആൻസർ ഓപ്ഷൻ സി ആട്ടോ. ഇതും എന്തല്ല പ്രസ്താവനകൾ 2, 3ഉം ശരിയാണ്. 1 എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. 14ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 2, 3 ശരിയാണ്. 1 എന്തല്ല
ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല. 15ാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷികാരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ റാങ്ക് അനുസരിച്ചിട്ട് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിൽ ആരോഹണ ക്രമത്തിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഏതാ വരുന്നത്? 15ൻ്റെത് ഓപ്ഷൻ എ ആണ്, കേരളം, തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. 16ാമത്തെ ചോദ്യം, 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇതിലേതാ ശരി അല്ലാത്ത പ്രസ്താവനയുള്ളത്? ഓപ്ഷൻ ബി ആണ് അല്ലെ. 16 ഓപ്ഷൻ ബി ആണ്. വളർച്ചാ ലക്ഷ്യം 5.6 എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 17ാമത്തെ ചോദ്യം, റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ടിട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ച് ശരിയായിട്ടുള്ള ഓപ്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാ പ്രസ്താവന? 1ഉം 2ഉം ശരിയാണ്, 3 എന്തല്ല ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല. 1ഉം 2ഉം ശരിയാണ്, 3 എന്തല്ല ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. 18ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ഏതാ ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. തൊഴിൽ ലഭ്യത കുറഞ്ഞു എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 19ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഇതിൽ ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തിയിട്ട് കോളം എയും കോളം ബിയുമായിട്ട് യോജിപ്പിക്കുക. ഏതാ? ഓപ്ഷൻ സി ആട്ടോ. 1 സി, 2 ബി, 3 എ എന്നുള്ളതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ്. 1 സി, 2 ബി, 3 എ ആണ്. ഇനി 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇതില് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ എ അല്ലെ. ഓപ്ഷൻ എ 1 മാത്രം. എന്താ? ഭരണഘടനയിലെ 15 വകുപ്പുകൾ 36 മുതൽ 51 വരെ എന്ന് പറയുമ്പോൾ 16 വരും അല്ലെ. അപ്പൊ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 21ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ബി അല്ലെ. ഓപ്ഷൻ ബി സെക്കൻഡ്. ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ് എന്നുള്ളതാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ മൗലിക കടമകളെ കുറിച്ച് പറയുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഇതിലേതാ തെറ്റായിട്ടുള്ള പ്രസ്താവനയുള്ളത്? ഓപ്ഷൻ സി ആണല്ലേ. 1 മാത്രം. 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ് എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതിൽ വയസ്സെന്താണ്? തെറ്റാണ്. 23ാമത്തെ ചോദ്യം, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഇതിലേതാ ശരിയായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ ഡി ആട്ടോ. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകള്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കാലക്രമത്തിൽ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. 1, 2, 4, 3. 1, 2, 4, 3 ഓപ്ഷൻ ബി ആണ്. 25 ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. 25 ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ. ഓപ്ഷൻ എ വരും. 1, 2, 2, 4, 3, 3, 4, 1 എന്നുള്ള ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം, ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആട്ടോ. ഇത് 4 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. 27 നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എല്ലാവർക്കും അറിയായിരിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 28ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നതിൽ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരം തിരിക്കുക. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്, പക്ഷെ എന്താണ്? ഉത്തരം എളുപ്പമാണ്. ഓപ്ഷൻ എ ആയി ഇതിന്റെ ആൻസർ വരുന്നത്. സംസ്ഥാന സർവീസ് വിൽപ്പന നികുതി, അതുപോലെ അഖിലേന്ത്യാ സർവീസ് ഏതൊക്കെയാ? IFS, IPS ഒക്കെ എന്താ? അഖിലേന്ത്യാ സർവീസ് ആണ്. അതുപോലെ കേന്ദ്ര സർവീസ് ഏതാ? ഇന്ത്യൻ തപാൽ സർവീസും അതുപോലെ റെയിൽവേയുമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 28ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 29ാമത്തെ ചോദ്യം, 73ാം ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ ഇതില്?
ഏതാ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന? മൂന്നാമത്തെ പ്രസ്താവന നോക്കി. 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ്. തെറ്റാണല്ലേ? എന്നായിരുന്നു? 1993-ലാണ് ഇത് 73-ാം ഭേദഗതി നടക്കുന്നത്. ഇനി 30-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇതിലേതൊക്കെയാ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതാ? ഓപ്ഷൻ ഡി ആട്ടോ. 1, 2, 3 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 4-ാമത്തത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 31 കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇതിൽ തെറ്റായിട്ടുള്ള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷന് 4 മാത്രം. അതായത് കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായിട്ട് നടത്തിയ സമരമാണ് ഇത് കള്ളിക്കാട് സമരം എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി 32-ാമത്തെ ചോദ്യം. 32 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതൊക്കെയാണ്? അപ്പൊ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ശരിക്കും ആൻസർക്ക് വന്നാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെങ്കിൽ എന്നാലും നമുക്കൊരു ഫൈനലായിട്ട് എത്താൻ കഴിയുന്നത് ഓപ്ഷൻ ഡി ആകാനാണ് സാധ്യത. അതായത് ഇത് 4 എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി 33-ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 2, 3, 3, 4, 4, 1 എന്നുള്ളതാണ്. ഇനി 34-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ മിനുസപേശിയെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാ? ഏതാ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ? ഓപ്ഷൻ ബി ആട്ടോ. 1, 3 ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 31 കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 4 മാത്രമാണ്. ഓപ്ഷൻ എ 4 മാത്രം. 32-ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവൃത്തികൾ ഏതൊക്കെയാണ്? ഇതിന്റെ ആൻസർ കറക്റ്റ് അറിയില്ല. 33-ന്റെ ആൻസർ ധനകാര്യ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. 33-ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് വരുന്നത്. 34-ന്റെ ആൻസർ വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് മനുഷ്യപേശിയെ കുറിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 34-ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3 തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. 35-ാമത്തെ ചോദ്യം. അക്ഷാസ്തികുടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ചിട്ട് ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക. ഏതാ ശരിയായിട്ടുള്ള ജോഡി? ഓപ്ഷൻ എ ആണ്. വാരിയെല്ലുകൾ 24 അസ്ഥികൾ എന്നുള്ളത് ശരിയാണ്. 36 ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്ഥലം ഏതാണ്? ഏതാ? പ്ലൂറയാണ് അല്ലെ? ഓപ്ഷൻ സി പ്ലൂറയാണ്. ഇനി 37-ാമത്തെ ചോദ്യം. സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവർ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാന്ന് കണ്ടെത്തുക. ഏതാ? ഓപ്ഷൻ എ 1 മാത്രം അല്ലെ? വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു എന്നുള്ളത് എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 38 ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഓപ്ഷൻ സി ആണ്. ലൈസോസോം അല്ലെ? ലൈസോസൈം ആണല്ലേ ശരിക്കും. അതുപോലെ 9 രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏതാണ്? രക്തം കട്ടപിടിക്കലിന്റെ ശരിയായിട്ടുള്ള ക്രമം ഓപ്ഷൻ ഡി ആണ്. 3, 2, 1 ആട്ടോ. 3, 2, 1 ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 40-ാമത്തെ ചോദ്യം. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്. മഹാരാഷ്ട്രയാണ്. 41 ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി. ഇതിലെ ആൻസർ ഇല്ല. ആരാ? നിലവിൽ മൻസുഖ് മാണ്ഡവ്യ അല്ല. ആരാണ്? JP നദ്ദ ആട്ടോ. JP നദ്ദയാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത്. 42 ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് ഏതെന്ന് പറയുന്നത്? മാസ് അല്ലെ? ഓപ്ഷൻ ബി മാസ് ആണ്. ഒരു ദ്രവ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ത്? മാസ് എന്ന് പറയുന്നത്. 43 ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിലെ മധ്യബിന്ദു ഏതാണ്? ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്. പോൾ ആണ് അല്ലെ? ഓപ്ഷൻ സി പോൾ ആണ്. 44 ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത ഓപ്ഷൻ സി മാല്യബിലിറ്റി ആണ്. 45-ാമത്തെ ചോദ്യം. ഏറ്റവും ചെറിയ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാ? ഓപ്ഷൻ എ ബുധനാണ്. 46 2023 ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ഏത് മേഖലയിലാ? ഓപ്ഷൻ ബി ആണ്. പ്രകാശമാണ്. 47 P1V1 = P2V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഏത് വാതക നിയമ? ഓപ്ഷൻ ബി ആണ്. ബോയിൽ നിയമമാണ്. 47
ഏത് ലോഹം പ്രധാന ഘടകമായിട്ടുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? ഏതാ? ഓപ്ഷൻ സി ആണ് അല്ലെ, മെർക്കുറി ആണ്. 49 ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും. ഐസോട്ടോണിക് ലായനികളുടെ എന്ത് തുല്യമായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, ഓസ്മോട്ടിക് മർദ്ദം ആട്ടോ. ഓപ്ഷൻ ഡി ഓസ്മോട്ടിക് മർദ്ദം. 50ാമത്തെ ചോദ്യം, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD എത്രയാ? ഓപ്ഷൻ എ ആണ്, 1 മുതൽ 2 വരെ അല്ലെ, പാർട്സ് പെർ മില്യൺ ആണ്. ഇനി 51ാമത്തെ ചോദ്യം, ബ്ലൂ ബേബി സിൻഡ്രം എന്ന അവസ്ഥക്ക് കാരണമായ ലവണം ഏതാണ്? ബ്ലൂ ബേബി സിൻഡ്രം എന്ന അവസ്ഥക്ക് കാരണമായ ലവണം ഏതാ? ഓപ്ഷൻ സി ആണ്, നൈട്രേറ്റ് ആണ്. 52 കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോനാണ്. ഓപ്ഷൻ സി 53 ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം അമേരിക്കയുടെ മൈക്കൽ ഫെൽപ്സ് ആണ്. 54 KC ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചത്? ഏതാ? ബോക്സിംഗ് ആണ് അല്ലെ, അമേച്വർ ബോക്സിംഗുമായി ബന്ധപ്പെട്ട താരമാണ് ആര്? KC ലേഖ. 55 ഫയദൂർ ദേവസ്തോക്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവല് ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ഒരു സങ്കീർത്തനം പോലെ. 56 ഇലഞ്ഞിറമേളം ഏത് ഉത്സവമായിട്ട് ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ്, തൃശൂർ പൂരമാണ്. 57 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ആണ്, നർഗീസ് മുഹമ്മദിയാണ്. 58 ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം? ഓപ്ഷൻ ബി 2023 സെപ്റ്റംബർ 28-നാണ്. 69 ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏതാ? വേർഡ് പ്രോസസർ ആണ്. ഓപ്ഷൻ എ വേർഡ് പ്രോസസർ ആണ്. 60 കേബിൾ TV നെറ്റ്വർക്ക് എന്തിനുദാഹരണ? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഓപ്ഷൻ സി ആണ്. 61ാമത്തെ ചോദ്യം, 2 KB എന്ന് പറഞ്ഞാൽ 1 KB എന്ന് പറഞ്ഞാൽ 1024. അപ്പൊ 2 KB എന്ന് പറഞ്ഞാൽ 248 അല്ലെ, ഓപ്ഷൻ ഡി ആണ്. 62 ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV-C 57 ആണ്. 63 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആണ്. 64 ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതായിരുന്നു? ആർട്ടിക്കിൾ 24 ആണ്. ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 24. 65 സംസ്ഥാന പട്ടിക ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് വന്ന സ്ഥാപനങ്ങളും അത് നിലവിൽ വന്ന വർഷവും. ഏതാ? ഓപ്ഷൻ എ ആട്ടോ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്. 1D 2A 3C 4B എന്നുള്ളതാണ് ആൻസർ. 66ാമത്തെ ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായിട്ട് എത്രയാണ് ഫീസ് അടക്കേണ്ടത്? എത്രയാ? 10 രൂപ അല്ലെ, ഓപ്ഷൻ സി 10 രൂപയാണ്. 67ാമത്തെ ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിലെ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്, 1, 2 ശരിയാണ്. ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം എന്താണ്? ശരിയാണ്. 68ാമത്തെ ചോദ്യം, 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നുള്ളത് തെറ്റാണ്. 69 ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ഇക്ബാൽ സിംഗ് ലാൽപുര അല്ലെ, ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുര. 70 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് വിളിക്കുന്നത്? ആരെയാണ്? ഓപ്ഷൻ എ ആണ്. 60 വയസ്സ് കഴിഞ്ഞവരെയാണ് എന്ത്? മുതിർന്ന പൗരന്മാർ എന്ന് വിളിക്കുന്നത്. ഇനി മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. 71ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്, 91 ആണ് അഭാജ്യ സംഖ്യ വരും അല്ലെ. 72ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്, 12. 73ാമത്തെ ചോദ്യം ശ്രേണി ഏതാ വരുന്നത്? 73ന്റെ ആൻസർ ഓപ്ഷൻ എ അല്ലെ, 35 വരും. 35 ആണ്, ഓപ്ഷൻ എ 35. 74ാമത്തെ ചോദ്യം ശരാശരി കാണാൻ വേണ്ടിയിട്ട് അല്ലെ, 74ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 70 ആണ് വരുന്നത്. 75ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്, 9 കിലോമീറ്റർ. 76ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 150. അതുപോലെ 77ന്റെ ആൻസർ 77 ഓപ്ഷൻ എ മകനാണ്. 78 ഓപ്ഷൻ
78 ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ വരുന്നത്. 79ന്റെ ആൻസർ ഏതാ? 12 സെക്കൻഡ് അല്ലേ? ഓപ്ഷൻ ബി 12 സെക്കൻഡ് ആണ്. 80 ഓപ്ഷൻ ബി 5 കേട്ടോ. ഓപ്ഷൻ ബി 5 ആണ്. ഇനി ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഈഫ് ക്ലോസ് ആയിരുന്നു. 2 ചോദ്യം ഉണ്ടായിരുന്നു ഈഫ് ക്ലോസിന്റെ ഭാഗത്ത് നിന്ന്. ഓപ്ഷൻ ബി ആണ് വുഡ് ഹാവ് പാസ്ഡ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി വുഡ് ഹാവ് പാസ്ഡ്. അതുപോലെ 82 ഹാർഡ്ലി വന്നുകൊണ്ട് എന്താണ്? നെഗറ്റീവ് ആണുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡയഗ്രം എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഹാസ് ഹി എന്ന് വരില്ല. ഓപ്ഷൻ എ ആണ്. 83ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആട്ടോ വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 84 എ ഇയർ റേക്കോ അല്ലെ? ഓപ്ഷൻ ബി ആ വരിക. ഓപ്ഷൻ ബി ആണ്. 84 ഓപ്ഷൻ ബി ആണ്. 85ന്റെ ആൻസർ എന്താ? ഹാഡ് റങ് വരും. ഓപ്ഷൻ സി ആണ്. 85 ഓപ്ഷൻ സി ആണ്. 86 ഓപ്ഷൻ സി ആണ്. ആസ്ട്രോണമർ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആസ്ട്രോണമർ. 87ന്റെ ആൻസർ വരുന്നത് 87 ഗ്ലൂമി അല്ലെ? ഓപ്ഷൻ എ ഗ്ലൂമി ആണ്. 88 വീക്കിന്റെ ഇത് എഴുതാൻ പറഞ്ഞത് അണ്ടർലൈൻഡ് സിനോണിം അല്ലെ? സിനോണിം വീക്ക് എന്നുള്ളത് 88 ഓപ്ഷൻ ഡി ആണ്. ഫീബിൾ ആണ്. ഓപ്ഷൻ ബി ഫീബിള്. 89 വീണ്ടും ഒരു ഇഫ് ക്ലോസ് ആയിരുന്നു. എന്താ? 89ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ എ ആണ്. ലോസ് എന്നുള്ളത് അല്ലെ? നഷ്ടം. ഇനി 90ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആട്ടോ. ഓപ്ഷൻ സി ആണ്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് മീ ടു ഗിവ് അപ്പ് സ്മോക്കിംഗ് എന്നുള്ള ഓപ്ഷൻ സി ആൻസർ വരിക. ഇനി 91 പിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ആൻസർ കറക്റ്റ് ഓപ്ഷൻ എ ആണ് തൽക്കാലം പറയുന്നത്. കാരണം എയോ ഡിയോ ആണ് ഇത് വരാൻ സാധ്യത. എങ്കിലും എയും ഡിയും കാണുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ കൊടുക്കാം നമുക്കിവിടെ. 92 ആദേശ സന്ധിക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ ആണ്. വിൻടലമാണ് അല്ലെ? ഓപ്ഷൻ എ വിൻടലമാണ്. തദ്ധിതത്തിന് ഉദാഹരണം ഏതാ? തിന്മയാണ് അല്ലെ? തിന്മയാണ്. ഓപ്ഷൻ സി തിന്മയാണ്. ഇനി വിപരീത പദം അഗ്രജൻ അവരജനാണ് അല്ലെ? ജലത്തിന്റെ പര്യായം ഇതെല്ലാം ജലത്തിന്റെ പര്യായ പദങ്ങളാട്ടോ. ഇതൊക്കെ ജലത്തിന്റെ പര്യായങ്ങളാണ്. ഇനി 96ാമത്തെ ചോദ്യം, ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം എന്താണ്? ഇവിടെ അർത്ഥം വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ്. ആകെപ്പാടെയുള്ള ഭംഗി എന്നുള്ളതാണ്. 97 ചൂടാമണി. ഓപ്ഷൻ എ ആണ്. കൊളത്തൊന്നും വേണ്ട, ചൂടാമണി. 98 ആഡിങ് ഫ്യൂൽ ടു ഫയർ. എന്താ? എരിതീയിൽ എണ്ണയൊഴിക്കുക. അതുപോലെ കവിയുടെ സ്ത്രീലിംഗം ഏതാ? കവയിത്രിയാണ് അല്ലെ? ഓപ്ഷൻ എ കവയിത്രിയാണ്. 100ാമത്തത് ഒറ്റപ്പദമാക്കും വർഷം തോറും. എന്താ? ഓപ്ഷൻ ഡി പ്രതിവർഷമാണ് അല്ലെ? പ്രതിവർഷമാണ്.